2 രാജാക്കന്മാർ അധ്യായം 22. ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായിക്ക് 8 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 31 വർഷം ഭരിച്ചു. ബോസ്കാത്തിലെ അദായയുടെ മകൾ യദീദ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവ്വം വർത്തിച്ചു. പിതാവായ ദാവീദിൻ്റെ മാർഗങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിച്ചില്ല. തൻ്റെ 18-ാം ഭരണവർഷം മെഷുല്ലാമിൻ്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തൻ്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് ജോസിയ പറഞ്ഞു, കവാടം സൂക്ഷിപ്പുകാർ ദേവാലയത്തിന് വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിൻ്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക. അവനത് കർത്താവിൻ്റെ ഭവനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം. അവർ അത് ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ, ശില്പികൾ, കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ. അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട. കർത്താവിൻ്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവനത് വാങ്ങി വായിച്ചു. കാര്യസ്ഥൻ ഷാഫാൻ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിൻ്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു. പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഷാഫാൻ അത് രാജാവിൻ്റെ മുമ്പിൽ വായിച്ചു. നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. പുരോഹിതൻ ഹിൽക്കിയ, ഷാഫാന്റെ പുത്രൻ അഹീക്കാം, മീഖായയുടെ പുത്രൻ അക്ബോർ, കാര്യസ്ഥൻ ഷാഫാൻ, രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു, എനിക്കും ജനത്തിനും യൂദാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു. അതിനാൽ പുരോഹിതൻ ഹിൽക്കിയ, അഹീക്കാം, അക്ബോർ, ഷാഫാൻ, അസായ എന്നിവർ ഹാർഹാസിൻ്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷെല്ലൂമിൻ്റെ ഭാര്യ ഹുൽദ പ്രവാചകയുടെ അടുത്ത് എന്ന് അവളോട് സംസാരിച്ചു. അവൾ ജെറൂസലമിൻ്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അവൾ പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദാ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിൻ്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിൻ്റെ കർത്താവ് അരുളിച്ചെയ്യുന്നുവെന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് അയച്ചവരോട് പറയുക. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തി. തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. എന്നാൽ കർത്താവിൻ്റെ ഹിതമാരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കും എതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും, നീ സമാധാനപൂർവ്വം കല്ലറ പോകും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു. Chapter 22. Josiah was 8 years old when he began to reign, and he reigned 31 years in Jerusalem. His mother's name was Jedidah, daughter of Adaiah of Bozkath. He pleased the Lord and conducted himself unswervingly, just as his ancestor David had done.
In his 18th year, King Josiah sent the scribe Shaphan, son of Azaliah, son of Meshullam, to the temple of the Lord with orders to go to the high priest Hilkiah, and have him smelt down the precious metals that had been donated to the temple of the Lord, which the doorkeepers had collected from the people. They were to be consigned to the master workmen in the temple of the Lord, who should then pay them out to the carpenters, builders, and lumbermen making repairs on the temple, and for the purchase of wood and hewn stone for the temple repairs. No reckoning was asked of them regarding the funds consigned to them, because they held positions of trust. The high priest Hilkiah informed the scribe Shaphan, "I have found the book of the law in the temple of the Lord." Hilkiah gave the book to Shaphan, who read it. Then the scribe Shaphan went to the king and reported, "Your servants have smelted down the metals available in the temple, and have consigned them to the master workmen in the temple of the Lord." The scribe Shaphan also informed the king that the priest Hilkiah had given him a book, and then read it aloud to the king. When the king had heard the contents of the book of the law, he tore his garments, and issued this command to Hilkiah the priest, Ahikam son of Shaphan, Achbor son of Micaiah, the scribe Shaphan, and the king's servant Isaiah, "Go, consult the Lord for me, for the people, for all Judah, about the stipulations of this book that has been found. For the anger of the Lord has been set furiously ablaze against us, because our fathers did not obey the stipulations of this book, nor fulfill our written obligations." So Hilkiah the priest, Ahikam, Achbor, Shaphan, and Asaiah betook themselves to the second quarter in Jerusalem, where the prophetess Huldah resided. She was the wife of Shallum, son of Tikvah, son of Harhas, keeper of the wardrobe. When they had spoken to her, she said to them, "Thus says the Lord, the God of Israel, say to the man who sent you to me, Thus says the Lord, I will bring upon this place and upon its inhabitants all the evil that is threatened in the book which the king of Judah has read. Because they have forsaken me, and have burned incense to other gods, provoking me by everything to which they turn their hands, my anger is ablaze against this place, and it cannot be extinguished. But to the king of Judah who sent you to consult the Lord, give this response, Thus says the Lord, the God of Israel, As for the threats you have heard, because you were heartsick and have humbled yourself before the Lord, when you heard my threats that this place and its inhabitants would become a desolation and a curse, because you tore your garments and wept before me, I in turn have listened, says the Lord. I will therefore gather you to your ancestors. You shall go to your grave in peace, and your eyes shall not see all the evil I will bring upon this place. This they reported to the king.